ജസ്ന സലീമിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോഴേക്കും വേറൊരാൾ വന്നു വീട്ടിൽ. അത് കാരണം കട്ടായിപ്പോയതാണ്. അത് ഞാൻ കൂട്ടി യോജിപ്പിക്കുന്നില്ല. കാരണം വീഡിയോ ദീർഘമായി പോകും. രണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ ജസ്ന സലീം സാമ്പത്തികപരമായ ഒരു മിഡിൽ സ്റ്റാൻഡേർഡ് തന്നെയാണ്. കാരണം ഹസ്ബൻഡ് വിദേശത്തൊക്കെയാണ്. എന്നിരിക്കെ ഇവരെ ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളിൽ നിന്നും എന്ന സംശയം എനിക്ക് ഉണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ ഞാൻ സംശയിച്ചത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ ഇവരിത്രയും ധൈര്യപൂർവ്വം ഈ നിയമത്തെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി കൈക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ് കാരണം. ഒന്ന്, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ പേടിയൊന്നുമില്ല. അവർ മറ്റുള്ളവർ പറയുന്ന എല്ലാം കേൾക്കും, അനുസരിക്കും, എല്ലാം ചെയ്യാം, ശരി ശരി എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെ അവർ പുറത്ത് കൊണ്ടുവരികയുള്ളൂ. അതിപ്പം കോടതിയാണേലും ശരി, അല്ലെങ്കിൽ SP ഓഫീസായാലും ശരി, അതുമല്ല ഒരു വെളിയിലാണെങ്കിലും ശരി, അവർ അത്തരം പ്രവൃത്തികൾ ചെയ്യുള്ളൂ. കാരണം അവർ നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ ഇന്ന പോലെ ചെയ്യണം, ഇതാണ് ഇതിൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞാൽ ശരി ശരി എന്നൊക്കെ പറയും. എന്നിട്ട് ഇടത്തെ കാത കേട്ട് വലത്തെ കാതയിൽ ഇറക്കി വിടുകയും ചെയ്യും. എന്നിട്ട് അവരുടെ ഉള്ളിൽ അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയുള്ളൂ. ആ കാറ്റഗറിയിൽ വരുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഏതോ ഒരു രാഷ്ട്രീയക്കാർ ഇവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആരാണ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള വിവരങ്ങൾ വെച്ചുള്ള അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അല്ലാതെ നമ്മൾ പോയി നേരിട്ട് അന്വേഷിച്ച് പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഞാനെന്നല്ല, മിക്കവരും പോകുന്നുമില്ല, അന്വേഷിക്കുന്നുമില്ല, കാണുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം എനിക്ക് അത് എൻ്റെ സംശയം, രണ്ടാമത്തെ സംശയമാണ് ശരി എന്ന് ഉറപ്പിക്കുന്ന രീതിയിലൊരു വീഡിയോ കാണാൻ ഇടയായി. ഒരു സഹോദരിയുടെ വീഡിയോ ആണ്. അവരും കുറേ കാലമായിട്ട് ജസ്ന സലീമിനെ പറ്റി വീഡിയോ ചെയ്യുന്ന ഒരു സഹോദരിയാണ്. അവരുടെ വീഡിയോയിലൂടെയാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവർക്ക് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശക്തമായ പിൻബലമുണ്ട്. ആ പിൻബലത്തിലാണ് അവർ ഈ ചെയ്യുന്നത്, ഈ പ്രവൃത്തികൾ. ഒരു സാധാരണക്കാരിയാണ്. ഇവരുടെ ജീവിത പശ്ചാത്തലം, അതായത് ഇവരെ ഈ സ്ത്രീയെ കെട്ടിച്ച് വിടുന്നതിന് മുമ്പുള്ള ജീവിത പശ്ചാത്തലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാൻ മടിക്കുന്ന ഒരു വളരെ ചെറിയൊരു ഫാമിലി, ഒരു ഇടത്തരം ഫാമിലിയിലുള്ള ഒരു മെമ്പറാണ്. എന്നിരിക്കെ ഇവർ ഇങ്ങനെ ഒരു ഗുരുവായൂർ പോലെ ഒരു ദേവാലയത്തിൻ്റെ മുന്നിലൊക്കെ വന്നേച്ച് ഇത്രത്തോളം പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്രത്തോളമൊക്കെ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള ദോഷവും തടസ്സവും ഇല്ലാത്ത രീതിയിലൊക്കെ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് പോലീസ് കേസ്, കോടതി എന്നൊക്കെ പോയിട്ടും അവരതുമായിട്ട് അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം മേടിച്ച് വെച്ച് അതിന് രാവിലെയും വൈകിട്ടും പൂജയോ കർമാദികളൊക്കെ ചെയ്ത് അത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാം. അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ വഴി ഉണ്ടാവുമല്ലോ, ഏതായാലും വഴിയുണ്ടാവും, റോഡോ വഴിയോ എന്തെങ്കിലും ഉണ്ട്, ഒരു കവലയോ എന്തെങ്കിലും ചെറിയ ജംഗ്ഷൻ എന്തെങ്കിലും ഉണ്ട്, അവിടെ വെച്ച് ഇത്തരം കലാപരിപാടികളൊക്കെ ചെയ്യാം. ഇതുമല്ല, തൊട്ട് അടുത്ത് ചെറിയ കൃഷ്ണഭഗവാന്റെ ക്ഷേത്രങ്ങളുണ്ടാവും, അവിടെ ചെന്നിട്ടാണെങ്കിലും ഇതൊക്കെ ചെയ്യാം. അവിടെയും കൃഷ്ണവിഗ്രഹം തന്നെയാണല്ലോ. കൃഷ്ണഭഗവാന്റെ ഗുരുവായൂരിൽ മാത്രമല്ലല്ലോ കൃഷ്ണവിഗ്രഹം ഇരിക്കുന്നത്. കൃഷ്ണഭഗവാന്റെ ദേവാലയങ്ങളിലെല്ലാം കൃഷ്ണനെ തന്നെയാണ് ആരാധിക്കുന്നത്. അപ്പം അവിടെയാണെങ്കിലും ചെയ്യാം. അവിടെയൊന്നും ചെയ്യാതെ ഇവിടെ തന്നെ വീണ്ടും 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 വന്ന് ചെയ്യുകയും അതിലൂടെയുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഉണ്ടായിട്ട് അതിനൊക്കെ അവർ അനായാസം ഫേസ് ചെയ്ത് കടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്കബലമാണ് ഇതിൻ്റെ പിന്നിൽ. അത് വെച്ചുകൊണ്ടാണ് അവർ ഈ കളിയെല്ലാം കളിക്കുന്നത്. പക്ഷേ ജസ്നയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഏതെല്ലാം രാഷ്ട്രീയ നേതാവിൻ്റെ പിന്തുണ നമുക്കുണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റ് സാമുദായിക വ്യക്തികളുടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ പ്രമാണിയായിട്ടുള്ള വ്യക്തികളുടെ പിൻബലം ഉണ്ടെങ്കിൽ പോലും ഇത്തരം വിശ്വാസങ്ങൾ, ആചാരങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു വേഷം കെട്ടലുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എന്നും മറ്റും വില പോവില്ല. അതാര് ചെയ്താലും, ഞാൻ ചെയ്താലും ശരി, ജസ്ന ചെയ്താലും ശരി, അത് വില പോവില്ല. അതുകൊണ്ട് ജസ്നയോട് പറയാനുള്ള ഇത്തരം കലാപരിപാടികളൊക്കെ ദൈവത്തെ ഓർത്ത് അവസാനിപ്പിച്ച് സ്വന്തമായിട്ട് ബിസിനസ് ട്രിപ്പ്, ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ മറ്റുള്ള ദേവാലയങ്ങൾ, കൃഷ്ണ അമ്പലങ്ങളിൽ പോകാം, അതും അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ഇതൊക്കെ ആവാം. വീട്ടിൽ വെച്ച് തന്നെ ആകാമല്ലോ, മറ്റൊരാരെ ആശ്രയിക്കേണ്ട. വീട്ടിൽ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോഴത്തെ ഇതിനേക്കാൾ കൂടുതൽ റീച്ച് ആവും. അതാണ് എൻ്റെ യഥാർത്ഥ ശാസ്ത്രീയ വശം. വീട്ടിൽ വെച്ച് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വെച്ച്, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വെച്ച് കൃഷ്ണഭഗവാന്റെ ഒരു പൂജാമുറി ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ പ്രധാന കവാടത്തിൻ്റെ ഭാഗത്ത് തുളസിത്തറയും വെച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ വെച്ച് നിങ്ങൾ വീഡിയോ എടുക്കുക. നിങ്ങൾ ഓൾറെഡി യൂട്യൂബറും കൂടിയല്ലേ. അപ്പോൾ അത് ചെയ്ത് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ വിറ്റഴിച്ചെന്നും വരും. നിങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രശസ്തയായെന്നും ഇരിക്കും.
ലോകമെമ്പാടുമുള്ള ജനതയിൽ കലാകാരന്മാരെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ആരും തന്നെയില്ല. 99% മനുഷ്യനും കലാകാരന്മാരെ ഇഷ്ടപ്പെടും. നമ്മൾ ഈ നഗരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പെരുവഴിയിൽ ഫുട്പാത്തിലൊക്കെ പടം വരയ്ക്കുന്ന പ്രായമുള്ള വയോവൃദ്ധന്മാരെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനാലിറ്റി തോറ്റുപോകും. അത്രയ്ക്കും ജീവനുള്ള ഒരു ആർട്ടുകളൊക്കെയാണ് അവർ വരയ്ക്കുന്നത്. ആ കാഴ്ചക്കാർ അപ്പം തന്നെ അവിടെ നിന്നുള്ള കാഴ്ചക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ കയ്യിലുള്ള പണവും കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം കല നിങ്ങൾക്ക് പടച്ചോൻ തന്നിരിക്കുന്ന കല നിങ്ങൾ എവിടെ വെച്ച് വേണമെങ്കിലും അത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. അതിന് ഇന്നടത്ത് തന്നെ വന്ന് ഇന്നടത്ത് നിന്ന് വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് തന്നെ ഞാൻ ഇട്ടാലേ ഉള്ളൂ, ഞാൻ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങളൊരു മുസ്ലിം സ്ത്രീയും കൂടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ സ്വന്തം വീട്ടിൽ വെച്ച് ഇത്തരം പരിപാടികൾ ചെയ്യുന്നതായിരിക്കും കൂടുതലും അതിന് പ്രചോദനം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഡിസ്നിയെ പറ്റിയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച വിവരങ്ങളിൽ നിന്നും എനിക്ക് കണ്ടെത്തിയ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു.